ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടും വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോകാം അല്ലേ. അപ്പോൾ അതേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ അതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസം പോലും മുടങ്ങാതെ വീഡിയോ ഇടണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആയി തുടങ്ങിയതിന് ശേഷം വേണം എനിക്ക് 1-2 വീഡിയോസ് എങ്കിലും എനിക്കൊന്ന് എടുത്തു വയ്ക്കാൻ. ദിവസത്തിൻ്റെ പ്രത്യേകതകളില്ലാത്ത 2 ദിവസത്തിൻ്റെ വീഡിയോ ഒന്ന് ഏറെ എടുത്തു വെക്കണം. എന്നാൽ എനിക്ക് പെട്ടെന്നൊരു ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ കൂടി അന്ന് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു വെക്കാറുണ്ടായിരുന്നു കേട്ടോ. വിശേഷങ്ങളൊന്നും ഇല്ലാത്ത 1-2 വീഡിയോ ഞാൻ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിടും. എന്നിട്ട് അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം അതിൽ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊന്നും കാണിക്കാത്ത വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നല്ല കാറ്റും മഴയൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ പെയ്തൊന്ന് പോയതായിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറണ്ടിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ പെട്ടെന്ന് കറണ്ട് പോകുന്നൊരു ഏരിയ ആണ് കേട്ടോ. എന്ന് പറയുമ്പോഴേക്ക് മഴ എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല, അപ്പോഴേക്ക് കറണ്ട് പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ശീലിച്ചതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് ഞാൻ വേഗം നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ദിവസത്തെ വീഡിയോ ആക്കിയിട്ടാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്താ പറയുക, പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താ അറിയോ, ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഷോർട്സ് ഇടുന്നുണ്ട്. ഷോർട്സ് ആദ്യം ഇടാറുണ്ട്, ഇപ്പോൾ കുറച്ച് വേറെ ഷോർട്സാണ് ഞാൻ ഇടുന്നത്. അതിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് എഴുതിയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മളെ ചിന്തകളിൽ വരുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോട്ട്സ് നമ്മൾ ഇടുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പം ഞാനൊന്ന് ചെയ്തതിൽ നമുക്ക് ലോങ് വീഡിയോ ഇടുന്ന ടൈമിൽ ഉള്ള കമൻറ്റിനേക്കാളും കൂടുതൽ കമൻറ്റുകൾ നമ്മൾ ആ ഷോർട്സ് ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരുടെ ചിന്താഗതികളും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് മാത്രമായിട്ട്. അതുകൊണ്ട് ഞാനിതിൽ കൂടുതൽ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നാലും എനിക്കിത് പറയണം എന്നിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിത രീതികളും ജീവിതവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ല. അപ്പം നമ്മൾ ഒരു കാര്യം ഇടുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാ രീതിയിലും നമുക്ക് കമൻറ്റ് വരും. ചില കമൻറ്റുകൾ വായിക്കുമ്പോൾ ചിരി വരും കേട്ടോ. ചില കമൻറ്റുകൾ എതിർത്തുകൊണ്ട് പറയില്ലേ, അങ്ങനെയല്ല ഇങ്ങനെയല്ല അത്. പക്ഷെ നമ്മളതിന് റിപ്ലൈ കൊടുക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കേണ്ടി വരും. അതൊന്നും നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അത് ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ വ്ളോഗ് കാണുന്ന എന്താ പറയുക കൂട്ടുകാരുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഷോർട്സ് കാണുന്നില്ല എങ്കിൽ ആ ഒരു ഷോർട്സും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കൂടുതൽ പേര് ഷോർട്സ് കാണുന്നുണ്ട്. അതിന് ലൈക്കായാലും പിന്നെ അതുപോലെ ചെറിയ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്, വലിയ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഷോർട്സ് ആകുമ്പോൾ ലോങ് വീഡിയോ പോലെ അല്ലല്ലോ, ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ലോങ് വീഡിയോയിലുള്ള നമ്മുടെ ഫാമിലിയിലുള്ള കൂട്ടുകാരല്ലാത്ത ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. വലിയ കമൻറ്റുകളായിരിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, പറ്റുമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കുക. പിന്നെ എനിക്കിതിൻ്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൂസിൻ്റെ സൗണ്ട് കാരണമാണ്, വേറെ ഒന്നുമല്ല കേട്ടോ.
അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഞാൻ എന്താ പറയുക, ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസത്തത് കൂടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പറ്റിയ ടൈമിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അതാണെങ്കിലോ ഒരു വീഡിയോ ഇടാൻ മാത്രം നമ്മളെ അടുത്ത് ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ക്ഷമിക്കുക. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടെ നല്ല അഭിപ്രായം പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മളെ ഫാമിലിയിൽ. അപ്പോൾ ഇതേ നമ്മൾ ഇപ്പം കൊണ്ടിരിക്കുന്നത് ചീരയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ചീരയിൽ നമ്മൾ നാളികേരും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിടണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണോ അല്ല, ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തതും പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തെയും വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ അതിൽ പിറ്റേ ദിവസമാണ് ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ നന്നാക്കി എടുത്തത്. പിന്നെ ചീരപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. വെള്ളം പെട്ടെന്ന് തീർന്നത് മാത്രമല്ല, ഞാൻ മഴ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എടുത്തിട്ടുള്ള വിറകുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ഒരു സമയത്ത് ഒരു വെപ്രാളം എന്തായാലും ഉണ്ടാകും കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര വെപ്രാളമായിരിക്കും കേട്ടോ. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ വിറക് മുൻകൂട്ടി കൊണ്ടുവന്ന് വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈമിൽ പോയിട്ട് വിറകൊക്കെ എടുത്ത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതേ ചിക്കനിൽ നമ്മൾ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ഏട്ടനാണ് ഇവിടെ നന്നാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അവൻ പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ചക്ക നമ്മൾ അടുത്ത വീട്ടിലുള്ള തന്നിട്ടുള്ളതാണ്. വേവ് കുറഞ്ഞ ചക്കയാണ് കേട്ടോ. പിന്നെ കടലമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ കടല വറുത്ത് വെച്ചു. ഇനി അതൊക്കെ ഒന്ന് നെടുക പിളർത്തിയെടുക്കില്ലേ, അങ്ങനെ എടുക്കാനുണ്ട്. അത് കുറച്ച് നേരം വേണം കേട്ടോ നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടെ ഇവിടെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏട്ടനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാനൊന്ന് ഇളക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ കടലയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മുളപ്പിച്ച് വെച്ചതായിരുന്നു നമ്മളിത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നല്ല രീതിയിൽ മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കറിലിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ തന്നെ ചെറുപയറും കൂടെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. ഇതിപ്പോൾ വർഷക്കാലത്തുള്ളത് പോലെയുള്ള രീതിയിലാണ് കേട്ടോ. വേനൽ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മഴ പെയ്തിട്ടും അതുപോലെ മഴ ചാറിയിട്ടും അങ്ങനെ അങ്ങോട്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ആഴ്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇടിയുണ്ട്, മിന്നലുണ്ട്, കാറ്റുണ്ട്, ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി വിഷുവിനോടനുബന്ധിച്ചും ഒരു മഴ ഉണ്ടാകും. പണ്ട് അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് കാലാവസ്ഥ കുറച്ച് മാറിയ രീതിയിലാണ് കേട്ടോ. നല്ല രീതിയിൽ ഇപ്പം തന്നെ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും എന്താ പറയുക സേഫായിട്ട് ഇരിക്കുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.